നമസ്കാരം, ഇലക്ട്രോണിക് മലയാളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ള എന്നാൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റം നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഈ ഐറ്റം കാണുമ്പോൾ ഒരു പക്ഷേ നല്ലൊരു ശതമാനം ആളുകൾക്ക് മനസ്സിലാവും എന്താ സംഭവം എന്നുള്ളത്. ഇതൊരു ഓട്ടോമാറ്റിക് ലൈറ്റ് സ്വിച്ചാണ്. അതായത് നമ്മുടെ വീടിൻ്റെ പുറവശത്തുള്ള ഏതെങ്കിലും സൈഡിൽ കാർ പോർച്ചിലോ വീടിൻ്റെ പുറവശത്തൊക്കെ രാത്രിയാകുമ്പോൾ തനിയെ ലൈറ്റ് ഓൺ ആവണമെങ്കിൽ, ഇപ്പം നിങ്ങൾ നിലവിൽ ചെയ്യുന്നതെങ്കിലും വൈകിട്ട് പോയിട്ട് നിങ്ങൾ സ്വിച്ച് ഓൺ ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ. ഇപ്പം നിങ്ങൾ പുറത്തെവിടെയും പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റാതെ വരും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ട് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ലൈറ്റ് പുറവശത്ത് തെളിയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സാധനം വാങ്ങിച്ച് വെച്ചാൽ മതി. ഇതിന് 150 രൂപയുടെ ലോക്കൽ മാർക്കറ്റിലെ വില. നമുക്ക് ഓൺലൈനിൽ വാങ്ങാൻ കിട്ടും. അതുപോലെ തന്നെ അപ്പോൾ ഷിപ്പിംഗ് ചാർജ് വരും. ഓൺലൈനിൽ 100 രൂപ 150 രൂപ താഴെ വിലയ്ക്ക് നമുക്ക് വാങ്ങാൻ കിട്ടും. 100 രൂപയ്ക്കല്ല, 100 രൂപ പ്ലസ് അപ് ടു 100 to 150 കിട്ടും. പക്ഷേ അന്നേരം നിങ്ങൾ ഷിപ്പിംഗ് ചാർജ് കൊടുക്കേണ്ടി വരും. ലോക്കൽ മാർക്കറ്റിൽ 150 രൂപ എടുത്ത് വാങ്ങാനും കിട്ടും. അപ്പം വളരെ സിമ്പിളാണ് ഈ സംഗതി എന്ന് പറയുന്നത്. ഞാനിപ്പോൾ ഇവിടെ കണക്ട് ചെയ്ത് ഞാൻ ഒരു എക്സാമ്പിൾ തന്നെ കാണിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിത് പവർ ചെയ്യുന്നത് എൻ്റെ ഐസൊലേഷൻ ട്രാൻസ്ഫോമർ എന്ന ജസ്റ്റ് ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. അപ്പം ഇതിൻ്റെ കണക്ഷൻ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഇതാണ് അതിൻ്റെ സ്ക്രീൻ വരുന്നത്. ഇതിൻ്റെ പേര് എന്ന് പറഞ്ഞാൽ ഫോട്ടോ കൺട്രോൾസ് 10 to 20 10 ആംപിയർ AC 220 വോൾട്ട് 10 ആംപിയർ. ഈ 10 ആംപിയർ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് റിലേയുടെ റേറ്റിംഗ് ആണ്. ഒരിക്കലും 10 ആംപിയർ എന്ന് വെച്ച് കണക്ട് ചെയ്ത് കേട്ടോ, വളരെ ഡേഞ്ചറസ് ആണ്. മാക്സിമം ഒരു LED ബൾബൊക്കെ നിങ്ങൾക്ക് LED ബൾബോ അതല്ലെങ്കിൽ സ്ട്രിങ് ഓഫ് ലൈറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. ഒരു 250 1 ആംപിയർ 250 വാട്ട്സൊക്കെ നിങ്ങൾ കൊടുത്തോ, ഒരു കുഴപ്പമുണ്ടാവില്ല. ഇതിന് വരുന്നത് ലോഡിന് വേണ്ടി റെഡ്. നമ്മൾ റെഡ് വയറാണ് നമ്മുടെ ഇതിലേക്ക് പോയിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ലോഡായിട്ട് ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ഒരു 20 വാട്ട്സിൻ്റെ ബൾബാണ്. ഇത് കറണ്ടിൽ വർക്ക് ചെയ്യുന്ന ബൾബാണ് കേട്ടോ. ഞാനിത് എടുത്തതിനൊരു സ്പെസിഫിക് റീസൺ ഉണ്ട്, അത് ഞാൻ വഴിയേ പറയാം. നമുക്ക് ഇത് തന്നെ വേണമെന്നില്ല. അപ്പോൾ നമുക്ക് LED ബൾബൊക്കെ ആണെങ്കിൽ ഡയറിയായിട്ട് കണക്ട് ചെയ്യാം, ഒരു കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ഈ ഡെമോയ്ക്ക് വേണ്ടി LED ബൾബ് ഉപയോഗിക്കാൻ പറ്റില്ല, ഇതേ പറ്റുള്ളൂ. അതെന്തുകൊണ്ടാണെന്ന് നമുക്ക് വഴിയേ പറയാം. അപ്പം ഇതിൻ്റെ കണക്ഷൻ എന്ന് പറയുന്നത് ഇതിന് 3 വയറാണുള്ളത്. ലോഡ്, ന്യൂട്രൽ, ബ്ലാക്ക്. അതായത് ഫേസ് ന്യൂട്രലും ഈ സാധനത്തിൻ്റെ വർക്കിങ്ങിന് വേണ്ടുന്ന ഫേസ് ന്യൂട്രൽ അതായത് അത് നമ്മൾ നമ്മുടെ ട്രാൻസ്ഫോമറിലേക്ക് കൊടുത്തിട്ടുണ്ട്, ഐസൊലേഷൻ ട്രാൻസ്ഫോമറിലേക്ക്. ഇതിൻ്റെ ഔട്ട്പുട്ടും ന്യൂട്രലും കൂടെ കണ്ടല്ലോ. ഇത് നമ്മുടെ ഇൻപുട്ട് വരുന്നു. ഈ രണ്ട് സംഭവം നമ്മുടെ ഇൻപുട്ട് വരുന്നത് ന്യൂട്രൽ കോമൺ ആക്കി എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ലോഡിലേക്ക് കൊടുത്തിരിക്കുന്നു. അപ്പോൾ ലോഡ് ഓണാണ്. ഞാനിത് ലൈറ്റ് ഓഫ് ചെയ്ത് കാണിച്ചു തരാം. ഒരു ലൈറ്റ് ഓഫ് ചെയ്തു. ഒരു ചെറിയ ഡിലേ ഉണ്ട്, ആ ഡിലേക്ക് ശേഷമാണ് ഓൺ ആവുള്ളൂ. കണ്ടോ, ഓണായി. അപ്പം നമുക്കിവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ഐസൊലേഷൻ ട്രാൻസ്ഫോമറിനുള്ളിലും ഒരു ചെറിയ ഒരു ലൈറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാം. എത്രമാത്രം ക്ലിയർ ആണെന്ന് അറിയില്ല. കണ്ടോ, അത് എൻ്റെ ഐസൊലേഷൻ ട്രാൻസ്ഫോമറിനുള്ളിലുള്ള ലൈറ്റാണ് കേട്ടോ. ഇപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, ഓൺ ആയിട്ടുണ്ട്. ഞാൻ ലൈറ്റ് ഓൺ ആക്കുകയാണ്. ഓഫായി. എഗെയിൻ ഞാൻ ഓൺ ആക്കുകയാണ്. ഒരു ഡെമോയും കൂടെ കാണിച്ചു തരാം. അതായത് എൻ്റെ ഐസൊലേഷൻ ട്രാൻസ്ഫോമറിനുള്ളിൽ ലൈറ്റ് ഉണ്ട്. ഇവിടെ ഓണായി, ലൈറ്റ് ഇട്ടു. ഒരു ചെറിയ ഡിലേ ഉണ്ട്, ഓൺ ആവാനും ഓഫ് ആവാനും ഒരു ചെറിയ ഡിലേ ഉണ്ട്. ആ ഡിലേ അഡ്ജസ്റ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അതൊരു കപ്പാസിറ്റർ മാറ്റി കഴിഞ്ഞാൽ ആ ഡിലേ ടൈമൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ ഇനി എന്തുകൊണ്ടാണ് ഇത് ഉപയോഗിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ വലിയ ബൾബ് ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് ഓൺ ആക്കുമ്പോൾ തന്നെ നല്ല വെളിച്ചമാവും. അപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇരുട്ടാകുമ്പോൾ വേണമെങ്കിൽ ഓൺ ആവാനായിട്ട്. അപ്പോൾ ഞാൻ ഈ ചെറിയ ബൾബ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡെമോ ചെയ്യുന്ന സമയത്ത് അധികം വെളിച്ചം ഉണ്ടാവില്ല. അതുകൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ സെൻസർ അത് പിടിക്കാണ്ട് തന്നെ നമുക്ക് ഫുൾ ആ ഡെമോ കാണിക്കാൻ പറ്റും. ഞാൻ ഇത് ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ നല്ല വെളിച്ചമായിരിക്കും. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് തെളിഞ്ഞ ഉടനെ തന്നെ ഇത് ഓഫാവും. അപ്പോൾ കാരണം ഇതിന് കമ്പയർ ചെയ്യുമ്പോൾ നല്ല വെളിച്ചമാണ്. അപ്പം വെളിച്ചം ഉണ്ടെങ്കിൽ ഇത് ഓഫ് ആവണം, അങ്ങനെയാണ് ഇത് പ്രോഗ്രാം ചെയ്തിരിക്കുന്നത്. അപ്പം ഇത് കിട്ടും, ഇത് ഓഫാവും, ലൈറ്റ് ഓഫാവും. ഓഫാകുമ്പോൾ എന്ത് പറ്റും, വീണ്ടും സെൻസർ ഇരുട്ടായല്ലോ, വീണ്ടും ഓണാവും, ലൈറ്റ് ഓണാവും, ഇത് ഓഫാവും, ലൈറ്റ് ഓഫാവും. അതായത് ഓൺ ഓഫ് എന്നുള്ള രീതിയിൽ ഫ്ലിക്കർ ചെയ്യും. ആ ഒരു കണ്ടീഷൻ ഒഴിവാക്കാൻ വേണ്ടി മാത്രമാണ് ഡെമോയ്ക്ക് ഞാനിത് ഒഴിവാക്കിയത്. നമ്മളിത് മൗണ്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം, കാരണം ഇതിനകത്തൊരു പൊസിഷനുണ്ട്. കണ്ടോ, ലൈറ്റിൽ നിന്നൊരു പൊസിഷൻ വെച്ചിട്ടുണ്ട്. കണ്ടോ, അതായത് ഇവിടെയാണ് സെൻസർ വരിക. അപ്പോൾ നിങ്ങൾ വെളിച്ചം ഇത് കിട്ടുന്ന രീതിയിൽ വേണം മൗണ്ട് ചെയ്യാനായിട്ട്, ഇതിലേക്ക് വെളിച്ചം അടിക്കുന്ന രീതിയിൽ. എന്നാൽ മാത്രമാണ് രാത്രിയാകുമ്പം ഓണാവുകയും പകൽ വെളിച്ചം സൂര്യൻ ഉദിച്ച് വരുമ്പോൾ വെളിച്ചം അടിക്കുമ്പം ഇതിലേക്ക് വെളിച്ചം അടിച്ചാൽ മാത്രമാണ് ഇത് ഓഫ് ആവുള്ളൂ. ഇത്തിരി സൈഡിൽ നിന്നൊക്കെ അടിച്ചാലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഇത് രണ്ട് രീതിയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു പോയിൻ്റ് കണ്ടോ, ഈ ഒരു കട്ടൗട്ട്, ഇത് വെറുതെ വെച്ചിരിക്കുന്നതല്ല, അതിനൊരു ഉപയോഗമുണ്ട്. അത് വെറുതെ വെച്ചിരിക്കുന്നതല്ല കേട്ടോ. ആ ഉപയോഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് തിരിച്ചോ എങ്ങനെ വേണേൽ കണക്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് ഈ സംഭവം ഉള്ളത്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇതിൻ്റെ ഡെമോൺസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഇനി ഇത് തുറന്നിട്ട് ഇതിൻ്റെ സർക്യൂട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഐറ്റം നമ്മൾ അഴിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മളത് റിവേഴ്സ് എഞ്ചിനീയർ ചെയ്തിട്ടുണ്ട്.
അപ്പോൾ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞൊരു കാര്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതിൻ്റെ നമ്മുടെ ഇത് നോക്കിക്കോ നിങ്ങൾ. കണ്ടോ, ഇതിങ്ങനെ മൗണ്ട് ചെയ്യാം, ഇങ്ങനെയും മൗണ്ട് ചെയ്യാം, അതുപോലെ ഇങ്ങനെയും മൗണ്ട് ചെയ്യാം. കണ്ടോ, ഇതാണ് ആ ഒരു ഹോളിൻ്റെ സിഗ്നിഫിക്കൻസ്. അതായത് നിങ്ങൾ ഭിത്തിയിൽ വെക്കുന്ന സമയത്ത് ഈ സാധനം നിങ്ങൾക്ക് നിങ്ങളുടെ ഭിത്തി സ്ട്രെയിറ്റ് ആണെങ്കിലും നിങ്ങൾക്ക് ഈ സാധനം എന്ത് ചെയ്യാൻ പറ്റും, ചെരിച്ച് പല രീതിയിൽ മൗണ്ട് ചെയ്യാം. അപ്പം ഇങ്ങനെ വേണേൽ മൗണ്ട് ചെയ്യാൻ നിങ്ങൾക്ക് ഫോക്കസ് ആവുകയാണെങ്കിൽ കാണിച്ചു തരാം. പിന്നെ അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഇങ്ങനെ മൗണ്ട് ചെയ്യാം. കണ്ടോ, അപ്പം മാച്ചിങ് ആവുന്നുണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനെയും മൗണ്ട് ചെയ്യാം. ഭിത്തി സ്ട്രെയിറ്റ് ആയിരിക്കും, പക്ഷേ സാധനം 3 ഡയറക്ഷനിൽ മൗണ്ട് ചെയ്യാൻ പറ്റും. അതാണ് അതിൻ്റെ സിഗ്നിഫിക്കൻസ് പറയുന്നത്. പിന്നെ ഇതിൻ്റെ കണക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളാണ്. ഇതൊരു കപ്പാസിറ്റി ഡ്രോപ്പർ വെച്ചിട്ടുള്ള ഒരു പവർ സപ്ലൈ ആണ്. ഇത്രേ ഉള്ളൂ ഇതിൻ്റെ സർക്യൂട്ട് എന്ന് പറയുന്നത്. ഇതാണ് കപ്പാസിറ്റി ഡ്രോപ്പർ, അതിൻ്റെ ബ്രിഡ്ജ് റെക്ടിഫയർ ആണിത്. ഇതാണ് നമ്മുടെ ലൈറ്റ് സെൻസർ LDR. 555 ആണ് യൂസ് ചെയ്യുന്നത്. നമുക്കിവിടെ നോക്കിയാൽ ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് കാണാൻ പറ്റും. 555 ആണ് IC യൂസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഇത് ഡീകപ്ലിംഗ് കപ്പാസിറ്ററാണ്. ഒരു സാൻഡ് ഡയോഡ് ഉണ്ട് നമ്മുടെ സർക്യൂട്ട് പവറിങ്ങിനായിട്ട്. ഇതാണ് ടൈമിംഗ് കപ്പാസിറ്റർ. ഈ ടൈമിംഗ് കപ്പാസിറ്റർ അഡ്ജസ്റ്റ് ചെയ്യുന്നതനുസരിച്ചിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഓൺ ഓഫ് ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതാണ് നമ്മുടെ റിലേ. ഇതിൻ്റെയാണ് ആ റേറ്റിംഗ് 10 ആമ്പിയർ പറഞ്ഞേക്കുന്നത്. ഇതൊന്നും വിശ്വസിച്ച് ഒരിക്കലും 10 ആമ്പിയർ ഒന്നും കണക്ട് ചെയ്യാൻ പാടില്ല. എപ്പോൾ വേണമെങ്കിൽ സാധനം അടിച്ചു പോകാം. ഇതിൻ്റെ കോൺടാക്റ്റ് കത്തിപ്പോവും. വെറുതെ എന്താണ് നിങ്ങളുടെ ലോഡ് കളയുന്നത്. ചെറിയ ബൾബിനൊക്കെ ഓക്കെ, ഒരു കുഴപ്പമില്ല. അപ്പം വളരെ സിമ്പിളായിട്ടുള്ള സർക്യൂട്ടാണ്. അപ്പോൾ ഇതിൻ്റെ സർക്യൂട്ട് ഞാനൊന്ന് കാണിച്ചു തരാം. ഇതാണ് അതിൻ്റെ സർക്യൂട്ട് എന്ന് പറയുന്നത്. ഇതും ഈ പറഞ്ഞ പോലെ തന്നെ വലിയ കോംപ്ലക്സ് ഒന്നുമല്ല. 555 വെച്ചിട്ട് സർക്യൂട്ട് ആയതുകൊണ്ട് തന്നെ വളരെ സിമ്പിളാണ്. ഇതാണ് ഈ പറയുന്ന കപ്പാസിറ്റർ. 330 nF കപ്പാസിറ്ററാണ് നമ്മുടെ ഇത്. ഇതൊരു X2 റേറ്റഡ് കപ്പാസിറ്ററാണ് കേട്ടോ. ഇതൊരു പ്രോപ്പർ X2 റേറ്റഡ് കപ്പാസിറ്ററാണ്. കണ്ടോ, ഇതൊരു X2 റേറ്റഡ് കപ്പാസിറ്ററാണ്. സോ അവർ പ്രോപ്പറായിട്ടുള്ള ലൈൻ ടു ന്യൂട്രൽ ഇതിൽ അപ്ലൈ ചെയ്യേണ്ട കപ്പാസിറ്ററാണ് അവരിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഡ്രോപ്പറായിട്ട് ആ കപ്പാസിറ്റർ ഉണ്ട്. പിന്നെ റിലേ കണക്ഷൻ പ്രത്യേക രീതിയിലെടുത്തേക്കാണ്. പിന്നെ ഫുൾ ബ്രിഡ്ജ് റെക്ടിഫയർ, ഈ 4 ഡയോഡ് വഴിയുള്ള ഫുൾ ബ്രിഡ്ജ് റെക്ടിഫയർ. ശേഷം ഒരു സെനർ ഡയോഡ് 12 വോൾട്ട് റെഗുലേറ്റ് ചെയ്യാനുള്ള ഒരു സെനർ ഡയോഡും അതിൻ്റെ ഫിൽട്ടർ കപ്പാസിറ്റർ. അതായത് പിന്നെ റിലേയുടെ പവർ എന്ന് പറയുന്നത് റെക്ടിഫയറിൻ്റെ ഔട്ടിൽ നേരെ എടുത്തിരിക്കുകയാണ് കേട്ടോ. അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഇവിടെയാണ് 555 സർക്യൂട്ട് വരുന്നത്. ഈ 555-നകത്ത് LDR കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത് വർക്ക് ചെയ്യുന്നത് അസ്റ്റേബിളും അല്ല മോണോസ്റ്റേബിൾ മോഡിലും അല്ല. ഇത് വർക്ക് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ഷ്മിറ്റ് ട്രിഗറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതായത് ഒരു ത്രഷോൾഡ് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ത്രഷോൾഡിന് എബോ ബിലോ പോകുന്ന സമയത്ത് ഇതിൻ്റെ ഔട്ട് സ്വിച്ച് ചെയ്യുന്ന രീതിയിലാണ് ഇത് കോൺഫിഗർ ചെയ്തിരിക്കുന്നത്. അതാണ് ഈ ഒരു വയറിങ് ഈ രീതിയിൽ വരാൻ കാര്യം. ഷ്മിറ്റ് ട്രിഗറായിട്ടാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ടൈമിംഗ് കപ്പാസിറ്ററിനെ ഷോർട്ട് ചെയ്യാന്നുള്ള കാര്യമാണ് നമ്മുടെ ഈ LDRൽ ലൈറ്റ് വരുമ്പോൾ സംഭവിക്കുന്നത്. ഇപ്പോൾ ടൈമിംഗ് കപ്പാസിറ്റി ഇല്ലയെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ്ലി ഇതിന് ചാർജിങ് ഒന്നുമില്ല. പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും, ഈ റെസിസ്റ്ററിൽ കൂടെ കപ്പാസിറ്റി ഡിസ്ചാർജ് ആവും. ഈ പോയിൻറ്റ് 0ലേക്ക് വരും. ഇതൊരു സെറ്റ് വോൾട്ടേജിന് താഴെ പോവും. റിലേ ഔട്ട്പുട്ട് ഹൈ ആവും. ഈ റിലേ അല്ല 555 ഔട്ട്പുട്ട് ഹൈ ആവും, റിലേ ഓഫ് ആവും. അങ്ങനെയാണ് ലോഡ് ഓഫ് ആവുന്നത്. സോ ഇത്രയും സിമ്പിളാണ് ഈ സാധനം വർക്കിംഗ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് കുറച്ച് ഒരു താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. 150 രൂപ കൊടുത്ത് ഇത് ഈ ഒരു രീതിയിൽ വാങ്ങുന്നതിനേക്കാളും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ശരിക്കും അന്നേരം എക്സ്പെൻസ് കൂടുതലായിരിക്കും. PCB ഒക്കെ വെച്ചിട്ട് നിങ്ങൾ ചെയ്യുന്ന സമയമൊക്കെ വെച്ച് നോക്കുമ്പോൾ എക്സ്പെൻസ് കൂടുതലായിരിക്കും. പക്ഷേ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇത് നമുക്ക് ഔട്ട്ഡോറിൽ യൂസ് ചെയ്യേണ്ടതായതുകൊണ്ട് തന്നെ ഇത് കണ്ടോ, ഇവിടെ ഒരു ഹോളുണ്ട്. കണ്ടോ, ഈ ഒരു ഹോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പുറത്ത് യൂസ് ചെയ്യുന്ന സമയത്ത് ഈർപ്പം വരും സ്വാഭാവികമായിട്ടും. നമ്മൾ വെയിലത്തൊക്കെയാണല്ലോ, വെയിലും മഴയും മാറി മാറി വരുന്ന സമയമൊക്കെ ആണെങ്കിൽ, അതുപോലെ മഞ്ഞുകാലമൊക്കെ ആകുമ്പോഴത്തേനും ഇതിനുള്ളിൽ ഈർപ്പം അടിക്കും. അപ്പോൾ ആ ഈർപ്പം ഉണ്ടാകുന്ന സമയത്ത് ആ വാട്ടർ ആ ഒരു കണ്ടൻസേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അത് പുറത്ത് പോകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഹോളുള്ളത്. അപ്പോൾ ഇത് അടഞ്ഞു പോകാതെ സൂക്ഷിക്കുക. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. റസ്റ്റ് പിടിക്കും എന്തായാലും കുറച്ച് കഴിയുമ്പോൾ, അത് ഡെഫിനറ്റാണ്. ഇതൊന്നും ഒത്തിരി ഹൈ ക്വാളിറ്റി കമ്പോണൻറ്റ് നല്ല പിടിപ്പിച്ചിരിക്കുന്നത്. സോ കമ്പോണൻറ്റ് ഡാമേജ് ആവും ഇവൻച്വലി. പക്ഷേ നിങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഹോള് പരമാവധി അടഞ്ഞു പോകാതെ ഇടയ്ക്കിടയ്ക്കൊന്ന് ശ്രദ്ധിക്കുക. എന്തെങ്കിലും ഈ ചെറിയ പ്രാണികളൊക്കെ ഉണ്ടെങ്കിൽ അത് കയറി കൂടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അടഞ്ഞു പോകും. അപ്പോൾ അങ്ങനെ വരാതെ ശ്രദ്ധിക്കുക. അങ്ങനെ വരാതെ ശ്രദ്ധിച്ചാൽ തന്നെ പകുതിയും ഈ വെള്ളം കയറിയിട്ടുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ പറ്റും. ഇത് വാട്ടർ പ്രൂഫ് ഒന്നുമല്ല. ഡയറക്റ്റ്ലി വെള്ളം ഇതിനകത്തേക്ക് വീഴുകയും ചെയ്യും. കാരണം ഈ സ്ക്രൂവിനുള്ളിൽ കൂടെ ഒക്കെ ഇതിനകത്തേക്ക് ഡയറക്റ്റ്ലി വെള്ളം കയറും. അങ്ങനെ വെള്ളം വന്നാൽ ഈ ഒരു ഹോളിൽ കൂടെ പുറത്തേക്ക് പോകണം. അതാണ് ഇതിൻ്റെ ഉദ്ദേശം. പക്ഷേ ഇടയ്ക്കൊന്ന് ശ്രദ്ധിക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ചെറിയൊരു വീഡിയോ ആണ്, നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ മറ്റ് വീഡിയോസിനൊക്കെ ആയിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും ബൈ.